ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, സെറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി മീനില്ലാതെ എങ്ങനെ മീൻ കറി തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയത്, ഇതുപോലെ ഒരു കഷ്ണം സവാള. ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊഴുപ്പിന് വേണ്ടി ഞാനിവിടെ ഇച്ചിരി ഒരു മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. ഇത് അരച്ചെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് പയ്യെ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒന്ന് അരഞ്ഞു കിട്ടാനുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി ഇത് അരച്ചു വരാം. ഇതിപ്പോൾ ഒരു നന്നായിട്ട് അരഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇത് അങ്ങ് മാറ്റി വെച്ച് ഒരു ചട്ടി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണയൊക്കെ ആവശ്യത്തിന് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു മണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോകണ്ട, തൊന്ന് വഴന്ന് പോലെ ആയാൽ മതി. ഇനി നമുക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, പച്ചമുളക് എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടിരിക്കുകയാണ്. അതും കൂട്ടി നന്നായിട്ട് ഇളക്കുക. അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. അപ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് സവാള. കാരണം മീൻ കഷ്ണങ്ങളൊന്നും ഇടാത്തത് കാരണം സവാള കുറച്ചും കൂടി ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, പെട്ടെന്നങ്ങ് ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുത്തെടുക്കാം. ഞാൻ ആദ്യമേ എണ്ണ ചൂടായപ്പോൾ ചേർക്കാൻ മറന്നു പോയതാണ്. ഉലുവ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പം ഞാനതിപ്പോൾ ഈ കൂടെയാണ് ഇടുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ഇടുന്നതിന് മുന്നേ ഉലുവ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിനായിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാടങ്ങ് വേവണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കണ്ട, അരപ്പ് മാത്രം മതി. അതൊന്ന് എണ്ണയിലൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിച്ച്, ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുകും ഉള്ളിയും കൂടി വറുത്ത് ഇതുപോലെ കടുക് പൊട്ടിച്ച്, കടുക് മൂത്ത് കഴിയുമ്പോൾ ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വയ്ക്കാം.
ഒരു അല്പം കൂടി കറിവേപ്പില ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂപ്പിക്കാത്ത പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഇത് ഒന്നും കൂടെ നടച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീനില്ലെങ്കിലും നമുക്ക് ഈ മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.